ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഒന്ന് പറയാൻ പോണത് എന്താ വെച്ചാൽ സഞ്ജു സാംസണെ പറ്റിയിട്ടാണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ കളി കളിച്ചില്ല, ഇനിയിപ്പോൾ ബാംഗ്ലൂരിനെതിരെയും കളിക്കൂല എന്നാണ് പറയണത്. അപ്പം ഓരോ മാനേജ്മെൻറ്റ്, അതായത് ആറിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ വാരിയലിനേറ്റ പരിക്ക് ഇത്രയും കാലമായിട്ട് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയ്പൂരിലെ ക്യാമ്പിൽ തന്നെയാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ബാംഗ്ലൂരിനെതിരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുള്ള മത്സരത്തിൽ കളിക്കൂല. അത് തീർച്ചയായിട്ടും ടീമിൻ്റെ കോമ്പിനേഷനെ നന്നായിട്ട് ബാധിക്കും. ഓപ്പണിങ്ങിൽ അപ്പോൾ അതിന് പകരം വൈഭവ് സൂര്യവംശി 14-കാരനാണ് യശസ്വി ജയ്സ്വാളിനോടൊപ്പം ഓപ്പൺ ചെയ്യാൻ സാധ്യത. അത് ഇപ്പോൾ എന്തായാലും പ്ലേ ഓഫ് സാധ്യത എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആറിന്. പക്ഷെ നമ്മളെ സഞ്ജു സാംസൺ ഇല്ലാത്തത് മലയാളികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആറിൻ്റെ മാനേജ്മെൻറ്റിനും രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാൻസ് എന്ന രീതിയിൽ എനിക്കും നമ്മൾ ഉൾപ്പെടെയുള്ള സഞ്ജു ആരാധകർക്കും നിരാശയാണ്. എങ്കിലും ഇനിയുള്ള മാച്ചെങ്കിലും മര്യാദയ്ക്കുള്ള രീതിയിൽ കളിച്ച് വന്നാലോ അവർക്കൊരു അവസാന സ്ഥാനങ്ങളിൽ മാറി ഒരു 5-6 ഫിനിഷ് ചെയ്താൽ അടുത്ത സീസണിൽ അവർക്ക് അവരുടേതായ പോരായ്മ നികത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോയി വന്നാൽ അടുത്ത സീസണിൽ ഒരു പുതിയ തുടക്കമാവും. ഈ സീസണിൽ ഒരു 14 മാച്ചാണ് ലീഗ് മാച്ച്. അവസാനത്തെ ഒരു ഇനിയിപ്പോൾ ഒരു 5-6 മാച്ചുള്ളൂ. അതിലൊരു 4 മാച്ചെങ്കിലും ജയിക്കാനായാൽ അവർക്ക് ഒരു 5-6 പൊസിഷനിലെത്താം. അത് അടുത്ത വർഷമുള്ള IPL അവർക്ക് മികച്ചൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.